യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ സംഭാഷണം തന്നെയാണെന്നാണ് പ്രാഥമിക ഒരു പരിശോധന റിപ്പോർട്ട്. അതാണ് കോൺഗ്രസിന്റെ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഈ ഓഡിയോ രാഹുലിന്റെ തന്നെയാണ് എന്ന് സമ്മതിച്ചിരുന്നില്ല. കാരണം AI അടക്കം പല സാങ്കേതിക വിദ്യകൾ ഉള്ള കാലത്ത് രാഹുലിന്റെ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാമോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു, ശബ്ദം അളിയന്റേത് തന്നെയാണ്. അതെ, വേറെ അതിലൊരു കൃത്രിമം ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ആരാണ് നൽകുമെന്ന് നോക്കിയാൽ തിരുവനന്തപുരത്തുനിന്ന് വിജിൻ വായാന്തോടാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അങ്ങനെ ഇടുക്കിയിലാണുള്ളത്. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നു. അതോടൊപ്പം വാർത്തകളും ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. രാഹുലിന്റെ കാര്യത്തിൽ വന്നാൽ എന്താണ്, എവിടെയാണ് രാഹുൽ ഉള്ളത്? അതുപോലെ തന്നെ കുരുക്കായ ഏതൊക്കെ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്? എന്തായാലും ദിവ്യയും സൈഫുദ്ദീനും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് പോലെ രാഹുൽ ഏതോ സ്ഥലത്ത് അലഞ്ഞ് ഒളിവിൽ കഴിയുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ 2 ദിവസം തിരുവനന്തപുരത്ത് വലിയ തണുപ്പായിരുന്നു. നിങ്ങൾ നേരത്തെ ഇൻട്രോയിലൊക്കെ പറയുന്നത് കേട്ടതുപോലെ ഇടുക്കിയിലെ തണുപ്പിനേക്കാൾ കൂടുതൽ തണുപ്പായിരുന്നു 2 ദിവസം. കേട്ടില്ല. തുടർന്നോളൂ. എന്തായാലും 2 ദിവസം നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ തണുപ്പിന് ചെറിയ ശമനമുണ്ട്. പക്ഷേ ചൂടിനൊട്ടും കുറവില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ ചൂട് അത് ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ ഒക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും തിരുവനന്തപുരത്തുമാണ് ഈ രാഹുലിനെതിരായ വലിയ തരത്തിലുള്ള പരിശോധനകളൊക്കെ നടന്നതെങ്കിൽ ഇനി മുതൽ അതായിരിക്കില്ല. കാരണം എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ പ്രത്യേക സംഘം തന്നെ എത്തിയിട്ടുണ്ട്. ADGP H. വെങ്കടേഷ് അതിനുള്ള നിർദ്ദേശം നിലവിൽ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന കാര്യത്തിൽ പോലീസിന് ഏകദേശ ധാരണയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ശക്തമായ അന്വേഷണം രാഹുലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മളൊക്കെ കേട്ട 2-3 ഓഡിയോ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. ഫോണിൽ സംസാരിക്കുന്നു, ഒപ്പം തന്നെ വാട്സാപ്പിൽ സന്ദേശമായി അയച്ച സന്ദേശങ്ങളുണ്ടായിരുന്നു. ആ 2 സംഭാഷണങ്ങളും അതിലെ ശബ്ദം രാഹുലിൻ്റേത് തന്നെയാണ് എന്നുള്ള കാര്യം പ്രാഥമികമായി നിലവിലിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു, അതിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ AI സാങ്കേതികവിദ്യ, ഒപ്പം തന്നെ ഡബ്ബിംഗ് ഉപയോഗിച്ച് മാറ്റം വരുത്താനുള്ള സാധ്യത ഒക്കെ നേരത്തെ പരിശോധിച്ചിരുന്നു. ഇതൊരു പൊതു ഡൊമൈനിൽ നിന്നാണ് ഈ ശബ്ദം പോലീസ് പരിശോധനയ്ക്കായി എടുത്തത്. ഒപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ശബ്ദ സാമ്പിളും നേരത്തെ ശേഖരിച്ചിരുന്നു. അത് രണ്ടും ശാസ്ത്രീയമായ പ്രാഥമികമായ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് രാഹുലിൻ്റെയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെയും തന്നെയാണ് ഈ ശബ്ദം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് എന്തായാലും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുകയാണ്. കൂടുതൽ ശാസ്ത്രീയ പരിശോധന, അതായത് പ്രാഥമികമായ പരിശോധനയിലാണ് നിലവിൽ രാഹുലിൻ്റെതും ഒപ്പം തന്നെ ഇരയാക്കപ്പെട്ട ഈ പെൺകുട്ടിയുടേതും തന്നെയാണ് ശബ്ദം എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ആ ശബ്ദ സാമ്പിളുകൾ അയക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും എത്തിയിട്ടുള്ളത്. രാഹുലിന് എന്തായാലും കുരുക്ക് മുറുകുന്നു. മറ്റന്നാളാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കുന്നത്. തിരുവനന്തപുരം കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. പക്ഷേ അതിനു മുമ്പ് തന്നെ കോടതിയിൽ പൂർണ്ണമായും രാഹുലിനെതിരായ ശാസ്ത്രീയവും അല്ലാതെയും ഉള്ള തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുക, അതുൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ച് ജാമ്യാപേക്ഷ തള്ളണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ള നിലയിലുള്ള ഒരു നീക്കം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ പിടികൂടാനുള്ള നീക്കവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തും ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.